ഹായ് ഓൾ, ഞാൻ അനുദീപ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എത്രത്തോളം പഠിക്കണം, ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, പേപ്പർ 2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2 പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അത്തരത്തിലുള്ള പല ടോപ്പിക്കും ഉണ്ട്. ഇതൊക്കെ ഫിലോസഫിക്കൽ സബ്ജക്റ്റുകളാണ്. ഇപ്പൊ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് കൃത്യമായൊരു ഡെഫിനിഷൻ പോലുമില്ല. ഓരോ ടെക്സ്റ്റിലും, ഓരോ യൂണിവേഴ്സിറ്റിയിലും, ഓരോ പ്രദേശത്തും, ഓരോ കോണ്ടെക്സ്റ്റിലും അതിന്റെ മീനിങ് മാറും. ഈ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ഇത് രണ്ട് സബ്ജക്റ്റുകൾ പോലുമല്ല. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നാണ് മോഡേൺ ഫിനോമിന അല്ലെങ്കിൽ മോഡേൺ തിയറിയിൽ അതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ നമ്മുടെ സിലബസിൽ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിന് പഠിച്ചെടുക്കാം. എലിമിനേഷൻ ടെക്നിക്ക് ഏറ്റവും അധികം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണത്. നിങ്ങൾ മനസ്സിലാക്കുക, കാര്യം ഇത് ഡിഫിക്കൽട്ട് ആയ ഒരു സിലബസ് അല്ല. PSCയുടെ ചരിത്രത്തിലെ വൺ ഓഫ് ദ ഈസിയസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉള്ളത്. സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇതിലും കട്ടിയാം, മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇതിലും കുറച്ചും കൂടെ കട്ടിയാം. പക്ഷെ ഇത് എളുപ്പമാണ്. അപ്പം അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ശ്രമിക്കുക. ഡെയിലി രാവിലെ അവിടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്ത് പോയാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ നിങ്ങൾ സമയം കിട്ടുന്ന പോലെ കാണുക. LSGS മെയിൻസ് പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങൾ പഠിപ്പിച്ച ധാരാളം ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡിഗ്രി ലെവൽ എക്സാംസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാം എന്താണ് PSC ഉദ്ദേശിക്കുന്നത്, PSCയുടെ ഡിമാൻഡ് എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള പരസ്യമൊന്നുമില്ല. ഞങ്ങളുടെ ക്വാളിറ്റി വെച്ച് മാത്രമായിരിക്കണം നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരേണ്ടത്. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ചോദ്യങ്ങളുടെ ശൈലി ആയിക്കോട്ടെ, ചോദ്യങ്ങൾ ചോദിച്ച ഏരിയ ആയിക്കോട്ടെ, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് തന്നെ കുറെ റിസർച്ച് നടത്തി വളരെ കഷ്ടപ്പെട്ട് മാസങ്ങളോളമുള്ള എഫേർട്ടിന്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ ബാച്ചുകൾ സജ്ജീകരിച്ചിട്ടുള്ളതും ഇന്ന് ഈ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ, ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത് തന്നിട്ടുള്ളത്. മൂന്നാമതായി എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഇപ്പോൾ തന്നെ 10-13 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വിടാതെ മുഴുവൻ കാണുക. ഇതിന്റെ ഒക്കെ PDF കറസ്പോണ്ടിങ് ഡേറ്റ്സിൽ നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇത് മതി പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട്. ബിക്കോസ് വളരെ ലളിതമായിട്ടുള്ള സിലബസ് ആണ് ഇതിനകത്തുള്ളത്. ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഓരോ ടോപ്പിക്കും എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നൊക്കെ ഞാനിപ്പം പറഞ്ഞുതരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ബാച്ചിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാം. ഞങ്ങൾ അവിടെയും ഉപയോഗിക്കുന്ന ഇതേ ബുക്ക് ലിസ്റ്റുകളും ഇതേ സ്ട്രാറ്റജിയും തന്നെയാണ്. പേപ്പർ 2 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ബുക്ക് ലിസ്റ്റുകളുമുണ്ട്, കോമൺ ബുക്ക് ലിസ്റ്റുകളുമുണ്ട്. ആദ്യമേ നമുക്ക് കോമൺ റെഫറൻസ്, അതായത് പേപ്പർ 2 എല്ലാ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഞാൻ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കണം. ഫസ്റ്റ് തിങ്, LSGSന്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം അതാണ്. ഇഗ്നോന്റെ മെറ്റീരിയൽ പഠിക്കൂ. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്ന് പറഞ്ഞു. അതിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കാര്യം ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അതാണ്. പക്ഷെ ഇവിടെ ചില മാറ്റങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷേ ഇഗ്നോ വിട്ടൊരു കളി നമുക്കില്ല. ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോർഷൻസും ഇഗ്നോയുടെ പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെടിപ്പായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ഈ ജ്ഞാൻ കോശ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇഗ്നോന്റെയും മറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെയും PDFകൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റ് ആണ്. ഇത് ഉപയോഗിച്ച് പഠിക്കാം. ഒരു PDF എളുപ്പം 250-300 പേജ് കാണും. പേടിക്കേണ്ട, വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എളുപ്പമാണ് ടോപ്പിക്സ് എല്ലാം. അതുപോലെ തന്നെ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ, ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും ഗവൺമെന്റ് വെബ്സൈറ്റ്സിലെ ഡേറ്റ കൃത്യമായി ഫോക്കസ് ചെയ്യുക. പിന്നീട് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, ഉദാഹരണത്തിന് പോണ്ടിച്ചേരി, ഉത്തരാഖണ്ഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ, PDF ഒക്കെ ഗൂഗിളിൽ കിട്ടും. ചിലത് മാത്രം നിങ്ങൾക്ക് ലൈബ്രറിയെ ബന്ധപ്പെടേണ്ടി വരും. അത് വെച്ച് പഠിക്കാം. ഇതാണ് കോമൺ റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് എങ്ങനെ എവിടുന്ന് പഠിക്കണം നമുക്കിത് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ 2 നമുക്കൊക്കെ പരിചയമുള്ള ഒരു ടോപ്പിക്ക് നോക്കിയാലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ.
അതില് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. 20 മാർക്ക് അവിടെ നിന്ന് ഭയങ്കര വെയിറ്റേജ് ആണ് അല്ലെ, 20% മാർക്ക് ഈ ടോപ്പിക്കുന്ന. എന്റെ പൊന്നു പിള്ളേർ, ഇത് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് തന്നെയാണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഇറക്കുന്നതിന് മുമ്പ് ഈ സിലബസ് ഞാൻ ക്ലാസ് പഠിപ്പിക്കുകയായിരുന്നു. ഉദാഹരണത്തിന് ഇതൊക്കെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മണിക്കൂറുകളോളമുള്ള ക്ലാസ്സുകളാണ് ഒരു വർഷം മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. കാര്യം ഇത് എന്തായാലും ഇവിടെ ചോദ്യം വന്നേ പറ്റുള്ളൂ. ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം LSGSന്റെ കേസിൽ സംഭവിച്ചത് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് അതിന് താഴെ അവർ കൊടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ് ആണ്. അതുകൊണ്ട് ഇത് കണ്ട് ഞെട്ടണ്ട, ബേജാറാവണ്ട. നിങ്ങൾ ഫസ്റ്റ് സിലബസ് റീകൺസ്ട്രക്ട് ചെയ്യണം. ഇതൊരുമാതിരി ഊതിപ്പെരിപ്പിച്ച ബലൂണാണ് ഈ സിലബസ്. സബ്സ്റ്റൻസ് വളരെ കുറച്ചേ ഉള്ളൂ. തന്ത്രപരമായിട്ട് മുന്നോട്ട് പോവുക, കണ്ട് പേടിക്കാതിരിക്കുക, പേടിച്ച് ചളമാക്കാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇതൊക്കെ ഏത് ഡിഗ്രി ലെവൽ എക്സാമിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഇത് കറണ്ട് അഫയേഴ്സിൽ കത്ത് നിൽക്കുന്ന ടോപ്പിക്കാണ്. ഇതും പഠിക്കുക. ഈ സിലബസിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എമർജൻസി, അമെന്റ്മെന്റ്, ഇതൊക്കെ യൂട്യൂബിലെ ഞങ്ങളുടെ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇത് പഠിക്കുക. ഇത് എവിടുന്നാ പഠിക്കുക? നിങ്ങൾ അല്ലെങ്കിൽ എവിടെയാണ് ബുക്ക് ലിസ്റ്റ് എന്താ ഉപയോഗിക്കുന്നത്? ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ വാചകങ്ങളും, ഐ ആം റിപ്പീറ്റിംഗ്, ഓരോ വാചകങ്ങളും, ഇത് പാർലമെന്ററി പ്രിവിലേജ്, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ പാർലമെന്റ് പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഇതിനെ ഫിനാൻഷ്യൽ റിലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, മറ്റ് പല റിലേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ M. ലക്ഷ്മികാന്തിന്റെ ഈ പുസ്തകത്തിനകത്ത് ടൈറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. ലക്ഷ്മികാന്ത് നിങ്ങൾ മര്യാദയ്ക്ക് സെലക്റ്റീവായിട്ട് മൊത്തവും പഠിക്കണമെന്നല്ല പറയുന്നത്. സെലക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. കാര്യം 100 ചോദ്യങ്ങളുണ്ട്. നമുക്ക് റാങ്ക് നേടാൻ വേണ്ട മാർക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. 100 ഒന്നും നമുക്ക് ഒരിക്കലും സ്കോർ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ടോപ്പ് 10 റാങ്കിൽ വരാൻ ഇത് മതി. ഈ പുസ്തകം പഠിച്ചതിന് ശേഷം DD ബസുവിന്റെ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ സെലക്ടഡ് ചാപ്റ്റേഴ്സ്, ആ സിലബസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെലക്ടഡ് ചാപ്റ്റേഴ്സ് മാത്രം വായിച്ചു പോവുക. ഇത് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കൃത്യമായി വായിച്ചു പോകുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് ആയിക്കോട്ടെ, നമ്മുടെ ബാച്ചിലർ ക്ലാസ്സുകൾ ആയിക്കോട്ടെ, ഈ 2 പുസ്തകങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരു ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ, വേദം അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ലക്ഷ്മികാന്ത് ആണെന്ന് ഞാൻ പറയും. ഞാൻ ഇതിന്റെ ലിങ്ക് ഒന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. എനിക്ക് ഒരു അഫിലിയേഷനും ഒരുപാടും ഇല്ല, കമ്മീഷനും ഇല്ല. പക്ഷെ നിങ്ങൾ ഈ ടെക്സ്റ്റ് മറിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള ഓരോ വാചകങ്ങളും ഹൈലൈറ്റ് ചെയ്ത് ഹെഡിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ നല്ല ലൂസിഡ് ലാംഗ്വേജിലാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, ഇതിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വായിക്കുക. 6th എഡിഷൻ, ഇപ്പൊ 7th എഡിഷൻ ഇറങ്ങിയെന്ന് തോന്നുന്നു, അത് വായിക്കുക. ഇതിന് 27th എഡിഷൻ ഇറങ്ങിയെന്നാണ് തോന്നുന്നത്, അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ അതാണ്. അത് സേഫ് ആണ്, സെക്യൂർ ആണ്. ഇനി അടുത്തതാണ് എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇനിയിപ്പോ കമ്പനി ബോർഡ് എക്സാം വരാൻ പോവാം, അല്ലെങ്കിൽ അടുത്ത ഡിഗ്രിയിലുള്ള എക്സാംസ് ഒക്കെ വരാൻ പോവാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഈ ടോപ്പിക്കും ഒക്കെ എല്ലാത്തിനും ഉള്ളതാണ്. ഇതൊക്കെ ഇനി മുതലുള്ള എല്ലാ പരീക്ഷയിലും ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ. ഇതൊന്നും സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയാൻ പോലും ഒക്കത്തില്ല. പേപ്പർ 2 കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ദിസ് ഇസ് നോട്ട് എ സ്പെഷ്യൽ ടോപ്പിക്, ദിസ് ഇസ് എ കോമൺ ടോപ്പിക്. എൻവയോൺമെന്റ് ആയിക്കോട്ടെ, മൊഡ്യൂൾ 7 ആയിക്കോട്ടെ, മൊഡ്യൂൾ 8 ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് UPSC മെറ്റീരിയൽസിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം എൻവയോൺമെന്റിന്റെ ടോപ്പിക് എടുക്കാന്നിരിക്കട്ടെ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോയുടെ ബുക്സ് യൂസ് ചെയ്യണം, ഗവൺമെന്റ് വെബ്സൈറ്റ് യൂസ് ചെയ്യണം. അതൊക്കെ കോമൺ ആണ്. അതല്ലാതെ എക്സ്ട്രാ വായിക്കേണ്ട കാര്യമാണ് ഓരോ സബ്ജക്റ്റിന് താഴെ ഞാൻ പറയുന്നത്. ഇപ്പൊ ശങ്കർ IASന്റെ പുസ്തകമുണ്ട് എൻവയോൺമെന്റ്, 6th റിവൈസ്ഡ് എഡിഷൻ വാങ്ങിച്ചാൽ മതി, നല്ല ടെക്സ്റ്റാണ്. ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കീ പോയിന്റുകളും സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് ഇത് അവർ അതിന്റെ ഇൻഡെക്സ് കോപ്പി അടിച്ചാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനല്ല, ഇത് റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. ഇതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും അതൊരു ഗൈഡാണ്. ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, നല്ല കണ്ടന്റ് റിച്ച് ആണ്. അത് എടുത്തു വെച്ച് അങ്ങ് പഠിക്കാം. നിങ്ങൾക്ക് ഇതിനൊക്കെ ശേഷം UPSC പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ പുസ്തകം തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പോലെയാണ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്ക് ഈ ടെക്സ്റ്റുകൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും UPSC മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കും. ഇപ്പൊ വിഷ്ണു IASന്റെ ഒക്കെ മെറ്റീരിയൽസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. വാജറാമിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഗവൺമെന്റ് വെബ്സൈറ്റ്സും ഇവിടെയൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകൾ വിടില്ല. അതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളൊക്കെ വായിച്ചിട്ട് വേണം മറ്റ് ഗൈഡുകളിലേക്ക് നമുക്ക് പോകാനായിട്ട്. കാര്യം അവിടുന്ന് പല പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. പക്ഷെ ഇതൊക്കെ പണ്ട് മുതലേ കേരള ഗവർണൻസ് എന്നൊരു ടോപ്പിക്കിൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഡിഗ്രിയിലെ സ്റ്റുഡൻസ് പഠിക്കുന്നതാണ്. ചില ഏരിയാസ് മാത്രം സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ,
ഈ ടെക്സ്റ്റുകളോടൊപ്പം NIOSും NCERTയും കൂടെ വായിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണമാവും. കാര്യം എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി 10, 10, 20 മാർക്കാണ്. ഇത്ര വായിച്ച് തീർക്കാനുള്ള സമയം നമുക്കുണ്ട്. നോ ഇഷ്യൂസ്, നിങ്ങൾക്കത് പറ്റും. ഓക്കെ, ഇതിന്റെ ഒക്കെ മുൻകാല വർഷ സിവിൽ സർവീസ് ക്വസ്റ്റ്യൻസ് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് പോവാം. MCQs ഉണ്ട്, നമുക്കത് പല രൂപത്തിലും ഭാവത്തിലും ഇനി വരാൻ പോകുന്ന എക്സാമിനും വരും, ഒരു സംശയമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് പരിചയപ്പെട്ടാലോ? പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഗ്രന്ഥങ്ങളും ഈ ജ്ഞാൻകോശും ഒക്കെ റെഫർ ചെയ്യുന്നതിനോടൊപ്പം നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, മാനേജ്മെന്റും ഉണ്ട്. ഇന്ന് ഇതിനിടയിലുള്ള ഒരു വേർതിരിവ് വളരെ ചെറുതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഉദാഹരണത്തിന് ഞാൻ പറയും, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസത്തിലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നത്. കുമ്പിടി എന്ന് പറയില്ല, ഒരു അല്ലെങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിൽ നിന്ന് ഭയങ്കര സിമിലർ ആണ്. ഇതൊക്കെ വളരെ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കാണ്. 10, 10, 20 മാർക്കിന് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭീകരമായ ഓവർലാപ്പിംഗ് ഉള്ള കാര്യമാണ്. ഉദാഹരണത്തിന് മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ കിടക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത്. നമ്മൾ 10, 10, 20 മാർക്കിന് സിലബസ് ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് മെർജ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വോളിയം തോന്നത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു 1.5, 2 മണിക്കൂർ ഉണ്ടെങ്കിൽ TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അരച്ച് കലക്കി പഠിക്കാൻ പറ്റും ഫോർ ദിസ് എക്സാം. ഇതൊന്നും ഡിഫിക്കൽട്ട് ആയ ഒരു ടോപ്പിക് അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കാൻ. മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇതിനൊക്കെ ഒരു സിംഗിൾ ഡെഫിനിഷൻ പോലും ഇല്ല. ഇപ്പൊ ഗ്രാവിറ്റി ഒരു സയന്റിഫിക് കോൺസെപ്റ്റ് ആണ് അല്ലേ, DNA ഇതിനൊക്കെ ഒരു കോമൺ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഫിലോസഫിക്കൽ ടോപ്പിക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനലിറ്റിക്കൽ തിങ്കിങ് കാണാതെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ ഒക്കെ ഡെമോ ക്ലാസ്സുകൾ നമ്മൾ ആപ്പിലും ഈ പറഞ്ഞ യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ഒരിക്കലും PSCക്ക് നിങ്ങൾക്ക് തരാൻ ഒക്കത്തില്ല. ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് സ്വപ്നത്തിൽ മാത്രമാണുള്ളത്. കഴിഞ്ഞ പക്ഷേ LSCSന്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു, വളരെ ഈസി സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു. കാര്യം അനലിറ്റിക്കിനാണ്, കാണാതെ പഠിച്ച് കഷ്ടപ്പെടേണ്ട, ആ കോണ്ടെക്സ്റ്റ് മാത്രം മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും മികച്ചൊരു പുസ്തകം എന്ന് പറയുന്നത് M. ലക്ഷ്മികാന്തിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പുസ്തകം തന്നെയാണ്. ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് ഇൻഡെക്സിലുണ്ട്. അതിനോടൊപ്പം IGNOU മെറ്റീരിയൽസ് കൃത്യമായി ഫോളോ ചെയ്യുക. നമുക്ക് പഴുതടച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് പഠിക്കണം. റിസർച്ച് പേപ്പേഴ്സ് ഏറ്റവും ബെസ്റ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിലെ റിസർച്ച് പേപ്പേഴ്സ് ആണ്. ബിക്കോസ് മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് ഫിനോമിനാസ് വുഡ്രോ വിൽസന്റെ ഒക്കെ സിദ്ധാന്തങ്ങളാണെങ്കിൽ അമേരിക്കൻ ഒറിജിൻ ആണ്. അമേരിക്കൻ പെർസ്പെക്റ്റീവ് ഫിലോസഫിക്കൽ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞത് ഫിലോസഫിക്കൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പലതും പറയും. പക്ഷെ നമ്മൾ കൂടുതൽ അമേരിക്കൻ പക്ഷം പിടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷേ യൂറോപ്യൻ വേർഷന് നമ്മൾ പഠിച്ചിരിക്കണം. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് ഈ ടോപ്പിക്. ഈ പറഞ്ഞതുപോലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ രണ്ടും വേർതിരിച്ച് പഠിക്കാൻ പാടില്ല, രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേറൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇതാണ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ പറഞ്ഞിട്ട് പിന്നെ ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല. കണ്ടു കഴിഞ്ഞാൽ സിലബസ് വലുതാണെന്ന് തോന്നും. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി പഠിക്കും, ട്രാൻസ്പെറൻസി, പ്രോബിറ്റി, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ നോൺ ആൻഡ് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടെ ഓരോന്നും വേറെ വേറെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒറ്റ പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് പഠിച്ചാൽ ഇതൊന്നും എക്സ്ട്രാ പഠിക്കണ്ട. അപ്പം അത്ര ഈസിയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം മാത്രമാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണ്ടത്. ടോപ്പിക്കിന്റെ ഡിഫിക്കൽറ്റി അല്ല, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന് നമുക്ക് മുൻകാല വർഷ MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് ആൾക്കാരെ പരാതി പറയുന്നത്. ഒന്നുമല്ല, ഇഷ്ടം പോലെ കിട്ടും. UGCയുടെ മാനേജ്മെന്റ് നെറ്റിന്റെ പേപ്പർ റെഫർ ചെയ്താൽ മതി. ഇത് മതി. നമുക്ക് UGC നിലവാരത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് എ വെരി ഈസി സബ്ജക്ട്. മാനേജ്മെന്റ് അത് ലൈഫ് സ്കില്ലും കൂടെയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിലും ഇതിന്റെയൊക്കെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ സമൂഹത്തിനെയും ഒരു ഓർഗനൈസേഷനെയും നോക്കിക്കാണുന്ന രീതി തന്നെ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ മാറും. അപ്പൊ അതൊക്കെ UGCയുടെ മെറ്റീരിയൽസ് വെച്ച് തന്നെ പഠിക്കാം. അതുപോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിന്റെ മെറ്റീരിയൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയാണ് ഈ കൂടുതൽ കുറച്ച് ഡ്രൈ ഏരിയ എന്ന് പറയുന്ന ഒരു മേഖല. ഇതാണ് കേരള എക്കണോമി. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേരള എക്കണോമി എന്ന് പറയുന്നത്. ഇതിന് വലിയ റെഫറൻസ് ടെക്സ്റ്റുകളൊന്നും ഇല്ല. ചില അക്കാഡമിക് ഗ്രന്ഥങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ പോയി എക്സ്ക്ലൂസീവ് വീഡിയോ പിന്നെ ചെയ്യാം. നിങ്ങൾ ഇതിനകത്ത് ഒരു 80% മാർക്ക് സ്കോർ ചെയ്യണമെങ്കിലും
കേരള എക്കണോമിക് റിവ്യൂ, ഗവൺമെന്റ് വെബ്സൈറ്റ്സും കറണ്ട് അഫയേഴ്സും മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് എന്നുള്ള ചോദ്യങ്ങൾ കിട്ടും. ഇത് കുറച്ച് ഫാക്ച്വൽ ഏരിയ ആണ്. ഈ ലാൻഡ് റിഫോംസ് ഒക്കെ പണ്ട് മുതലേ നമ്മൾ കേരള ഗവർണൻസിലൊക്കെ പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ കുറെ കൂടെ ആഴത്തിലൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ? യെസ്. കേരള എക്കണോമിക് റിവ്യൂ, ഇതിൽ നിന്ന് തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഇവിടും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഇവിടുന്ന് തന്നെയാണ്. അത് കൃത്യമായും പഠിച്ചു പോവുക. ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇത് കുറച്ച് ഡ്രൈ ഏരിയ ആണ്. ഇതിനെപ്പറ്റി വേണമെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഞാൻ ഒരു സ്റ്റഡി ക്ലാസ് തരാം. ഓക്കെ. ഈ ഗവർണൻസിന്റെ കേസിലും പറയാനുള്ളത് തന്നെയാണ്. വെബ്സൈറ്റ്സും ഓപ്പൺ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളും തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. ഇതൊക്കെ നമ്മൾക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ IT ആക്ട് ഒക്കെ നമ്മൾ എല്ലാ ഡിഗ്രിയിലുള്ള എക്സാംസിനും പഠിക്കുന്ന ടോപ്പിക് തന്നെയാണ്. ഇതൊന്നും പുതിയ ടോപ്പിക് അല്ല. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം ഒക്കെ കഴിഞ്ഞ LSGSന്റെ സമയം തൊട്ടേ സിലബസിലുള്ളത്. ഇന്ന് പുതിയതായിട്ട് ഉത്ഭവിച്ച ടോപ്പിക് അല്ല. ഇതൊക്കെ ഈസിയായി പിള്ളേരെ, വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത്. ഇതിനകത്ത് പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് IT ആക്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കാലങ്ങളായി PSCയുടെ സിലബസിനകത്തുള്ളതാണ്. ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം ഇറ്റ്സ് വെരി ഈസി. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും ബേസിക് ലെവലുള്ള വിദ്യാർത്ഥി ഞങ്ങളുടെ മനസ്സിലുണ്ട്, വളരെ അഡ്വാൻസ് ലെവലുള്ള വിദ്യാർത്ഥി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒക്കെ ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിൽ ഗ്രാജുവലായി പഠിപ്പിച്ച് ഏറ്റവും അഡ്വാൻസ് ഒരു ഓണേഴ്സ് ലെവൽ നോളജ് നിങ്ങളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ. LSGS മെയിൻസിന്റെ സമയത്ത് ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ ആണത്. സിലബസ് ഒക്കെ ഫിനിഷ് ചെയ്ത് നല്ല ഇന്റൻസീവ് ആയ റിവിഷൻ ക്ലാസ്സുകൾ തന്നിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹോളിലേക്ക് അയക്കുള്ളൂ. അതാണ് ഞങ്ങൾ തരുന്ന വാക്ക്. ഫീസ് മാത്രമാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്. ക്ലാസ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും, ഒരു സംശയം വേണ്ട. സോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. അതല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ധാരാളം യൂട്യൂബ് വഴി ഫ്രീ ക്ലാസ്സസും ഞാൻ വാക്ക് തരുന്നുണ്ട്. അപ്പൊ ആ പ്ലേലിസ്റ്റിന് അതേ ക്ലാസ്സുകൾ കൃത്യമായി കണ്ടു തന്നെ നിങ്ങൾ പോവാം. ഓൾ ദ വെരി ബെസ്റ്റ്. പഠിച്ചു തുടങ്ങുകയാണ് എന്ന് കമന്റ് സെക്ഷനിൽ എനിക്ക് നിങ്ങളൊരു ഉറപ്പ് തരാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.